നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ രാജ്യത്തും വ്യക്തി നിയമം അല്ലെങ്കിൽ സിവിൽ കോഡ് അനുസരിച്ച് വിവാഹം കഴിക്കുന്നതിനും സ്ത്രീക്കും പുരുഷനും നിശ്ചയിച്ച ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയാണ് വിവാഹപ്രായം എന്ന് പറയുന്നത്. മിക്കവാറും രാജ്യങ്ങളിൽ കല്യാണം കഴിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. നമ്മൾ ഇന്ത്യയിലടക്കം ആ നിയമം കൃത്യമായി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ നിയമം തെറ്റിച്ച് വിവാഹം കഴിക്കുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചുമത്തുക. ചില രാജ്യങ്ങളിൽ രക്ഷാകർത്താക്കളുടെയോ കോടതികളുടെയോ അനുവാദപ്രകാരം ഈ പ്രായപരിധിയിൽ ചെറിയ ഇളവും അനുവദനീയമാണ്. ഐക്യരാഷ്ട്രസഭ കല്യാണപ്രായത്തെ സംബന്ധിക്കുന്ന ഒരു അന്തർദേശീയ കരാർ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു 16 രാജ്യങ്ങൾ അതിൽ മുൻപ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 55 രാജ്യങ്ങൾ ഇതിനെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പൊടുന്നനെ ഒരു രാജ്യം ഈ ഒരു പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കാൻ പോവുകയാണ്. ആ രാജ്യം പോലും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. അത് വേറെ ആരുമല്ല, ഇറാഖാണ് ഇപ്പോൾ പാർലമെന്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് രാജ്യമൊട്ടാകെ വലിയ വിവാദമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളും വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇപ്പോൾ 18. ബില്ല് ഇറാഖ് പാർലമെന്റ് പാസാക്കിയാൽ 9 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 15 വയസ്സുള്ള ആൺകുട്ടികളെ വിവാഹം ചെയ്യാം. ഈ ഒരു 9 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, വളരെ ചെറിയ പ്രായമാണ്. സ്കൂൾ വിദ്യാഭ്യാസം അടക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിലാണ് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിടണം എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ വിവാഹപ്രായ സമയം ആ ഒരു 9 വയസ്സിലേക്കായിട്ട് ചുരുക്കുന്നത്. മാത്രമല്ല, ആൺകുട്ടികളുടെ വിവാഹപ്രായവും 15 വയസ്സാണ്. ഇതോടെ രാജ്യത്ത് ശൈശവ വിവാഹം വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇറാഖ് പാർലമെന്റിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ യാഥാസ്ഥിതിക ഷിയ ഇസ്ലാമിസ്റ്റ് പാർട്ടികളുടെ കൂട്ടായ്മയാണ് 1959 ഗാസിം ഗവൺമെന്റിന്റെ കീഴിൽ നടപ്പിലാക്കിയ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പോകുന്നത്. കോടതികൾക്ക് പകരം വിവാഹങ്ങൾ തീരുമാനിക്കാൻ ഷിയ, സുന്നി ചാരിറ്റി ഓഫീസുകളെ ഇത് അനുവദിക്കുന്നുണ്ട്. 6ാമത്തെ ഷിയ ഇമാം ജാഫർ അൽ സാദിഖിന്റെ പേരിലുള്ള ജഅഫരി നിയമവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 9 വയസ്സുള്ള പെൺകുട്ടികളുടെയും 15 വയസ്സുള്ള ആൺകുട്ടികളുടെയും വിവാഹം ഇത് അനുവദിക്കുന്നുണ്ട്. ഇറാഖ് പാർലമെന്റിൽ MP റെയ്ദ് അൽ മാലിക്കിയാണ് കരട് ബില്ല് അവതരിപ്പിച്ചത്. കരട് രേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളുടെയോ നീതിന്യായ വ്യവസ്ഥയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഈ ഒരു ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. യുണിസെഫ് റിപ്പോർട്ട് പ്രകാരം ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സിന് മുൻപ് വിവാഹിതരാകുന്നുണ്ട്. പുതിയ നിയമം വരുന്നതോടെ രാജ്യം ഇനിയും പിന്നോട്ട് പോകുമെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷക സാറ സാംബർ അടക്കം പറഞ്ഞിട്ടുള്ളത്. ഭേദഗതി നടപ്പാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 9 വയസ്സും ആൺകുട്ടികളുടേത് 15 വയസ്സായി മാറും. ഇത് അനന്തരാവകാശം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാലങ്ങളായി ഇറാഖിൽ ശൈശവ വിവാഹം ആശങ്കാജനകമാണ്. യൂണിസെഫിന്റെ അടക്കം വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിട്ടുണ്ടായത്. അവരുടെ കണക്കുകൾ അനുസരിച്ച് 20നും 24നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ 28% 18 വയസ്സിന് മുൻപ് വിവാഹിതരായവരാണ്. കൂടാതെ ഈ സ്ത്രീകളിൽ 7% 15 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹിതരായിരുന്നു. ഇറാഖ് വിമൻസ് നെറ്റ്വർക്ക് അഡ്വക്കേസി ഗ്രൂപ്പിൽ നിന്നുള്ള അമൽ കബാഷി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതാണ് ഈ കാര്യം. ഈ ഭേദഗതി ഇതിനകം തന്നെ യാഥാസ്ഥിക സമൂഹത്തിൽ കുടുംബ പ്രശ്നങ്ങളിൽ പുരുഷ മേധാവിത്വത്തിന് വലിയ ഇളവ് നൽകുന്നുണ്ട്. നിയമനിർമ്മാതാക്കളിൽ നിന്ന് കടുത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് ജൂലൈ അവസാനത്തോടെ ഈ നിർദ്ദേശം പാർലമെന്റിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ഓഗസ്റ്റ് 4-ന് ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയാണ് ഇത് വീണ്ടും അവതരിപ്പിച്ചത്. നിയമപരമായ വിവാഹപ്രായം കുറയ്ക്കാനുള്ള സാധ്യതകളൊന്നും ബില്ല് അവതരിപ്പിച്ച MP റെയ്ദ് അൽ മാലിക്കി നിഷേധിച്ചു. നിയമനിർമ്മാതാവ് മുൻകാലങ്ങളിൽ തർക്കനിർദ്ദേശങ്ങൾക്ക് ഒരു തുടക്കക്കാരനായിരുന്നു. സ്വർഗരതിയും ലിംഗമാറ്റ ശസ്ത്രക്രിയകളും ക്രിമിനൽ കുറ്റമാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. നിയമങ്ങളോടുള്ള എതിർപ്പുകൾ ഇറാഖി ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം അവരുടെ വിശ്വാസങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന അവരുടെ വ്യക്തിപരമായ പദവി നിഷേധിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്ഷുദ്ര അജണ്ടയിൽ നിന്നാണ് അൽ മാലിക്കി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ പിൻവലിക്കുകയും ശൈശവ വിവാഹം നിയമവിധേയമാക്കുകയും ചെയ്യുമെന്ന് ഭയന്ന് സ്ത്രീകളുടെ അവകാശ ഗ്രൂപ്പുകൾ നിർദ്ദിഷ്ട നിയമത്തിനെതിരെ പ്രചാരണം നടത്തുന്നു. ഇറാഖിലെ
വനിതാ നിയമസഭാ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയും ബില്ലിനെ എതിർത്തിട്ടുണ്ട്. ഈ വർഷം ആദ്യം തഹ്രീൽ സ്ക്വയറിൽ പ്രകടനക്കാർ ഒത്തുകൂടി സ്ത്രീ അടിമകളുടെ യുഗം അവസാനിച്ചു, പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹം വേണ്ട എന്നിങ്ങനെ എഴുതിയ ബോർഡുകളും വഹിച്ചിരുന്നു. ആധുനിക കാലത്ത് ഇറാഖി സ്ത്രീകൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണത്തിലൂടെ ഇറാഖി സ്ത്രീകളുടെയും സിവിൽ സമൂഹത്തെയും ഭയപ്പെടുത്തുക എന്നതാണ് ഈ ശ്രദ്ധ തിരിക്കാനുള്ള അവരുടെ ഏറ്റവും കാര്യക്ഷമമായ ഉപകരണം. ഇറാഖിലെ സ്ത്രീ സ്വാതന്ത്ര്യ സംഘടനയുടെ പ്രസിഡന്റ് യാനർ മുഹമ്മദിന്റെ വാക്കുകളാണിത്. വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ശൈശവ വിവാഹവും ചൂഷണവും കൂടാനും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകും. ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യതയും നേരത്തെയുള്ള ഗർഭധാരണവുമെല്ലാം ഇതിന്റെ അനന്തരഫലമായിരിക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും സ്ത്രീ സംരക്ഷണ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ചും ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. നിയമ ഭേദഗതി ഇറാഖിനെ പിന്നോട്ട് നയിക്കുമെന്നും നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ നടക്കുന്നതെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകയായ സാറ സാൻബർ വ്യക്തമാക്കി. ഇറാഖിൽ 28% സ്ത്രീകളും ഇപ്പോൾ തന്നെ 18 വയസ്സാകുന്നതിന് മുൻപാണ് വിവാഹം കഴിക്കുന്നത്. അത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഒരു നിയമം വരുന്നതോടുകൂടി വലിയ രീതിയിലായിരിക്കും ഈ ഒരു 18 വയസ്സിന് മുൻപ് തന്നെ വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിൽ വരുന്ന ശതമാനവും വലിയ രീതിയിലാണ് അത് കൂടാൻ പോകുന്നത്. ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും യുവതലമുറയെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമ ഭേദഗതി അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ അവസാനം വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവന്നിരുന്നുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. ഇപ്പോൾ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയാണ് ഇത് വീണ്ടും ഈ ബില്ല് പാർലമെന്റ് സമ്മേളനത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇറാഖിൽ ഈ ഒരു ബില്ലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.